അഡ്വക്കേറ്റ് വേണു, ആ, നോക്കൂ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സർക്കാരിന്. കോൺഗ്രസ് പാർട്ടി ഇതേപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് പാർട്ടി മുൻകൈയെടുത്ത് ഒരന്വേഷണം നടത്തുന്നില്ല? ഞാൻ ഈ CPM-ൻ്റെ അന്വേഷണമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. തീവ്രത അളക്കാൻ AK ബാലനെയും അതുപോലെ PK ശ്രീമതിയെയും വെച്ച രീതിയല്ല ഞാൻ പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? നോക്കൂ, ഇപ്പോൾ പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെയാണ് രാഹുലിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്നവർ ഇപ്പോൾ ഒരു സന്ദർഭം ലഭിച്ചപ്പോൾ ചാടി വീണത് എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. എത്രത്തോളം അതിൽ വാസ്തവം ഉണ്ട് എന്ന് പറയേണ്ടത് താങ്കളാണ്. ഇപ്പോൾ സ്വാഭാവികമായും നിരവധി പ്രശ്നങ്ങൾ ഉണ്ട്. ആ പ്രശ്നങ്ങളിൽ സുതാര്യമായ സത്യസന്ധമായ ഒരു അന്വേഷണം എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാവുന്നില്ല? ഒന്ന്, നമ്പ്യാരെ, നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ ശ്രീ ഹരിദാസ് സാർ പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ്. കാരണം ഒരു കോൺഗ്രസ്സുകാരനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനിലോ നേതാവിൽ നിന്നോ ജനം ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. കാരണം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരും കോൺഗ്രസിന്റെ നേതാക്കളുമൊക്കെ പൊതുജീവിതത്തിൽ സംശുദ്ധമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. അപ്പം അങ്ങ് ചോദിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജയസൂര്യയോട് ചോദിച്ചൊരു കാര്യം, മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കാലുകുത്താൻ പറ്റുന്നില്ല. സ്വാഭാവികമാണ്. കാരണം എന്താ, ഇപ്പോൾ കേരളത്തിലെ രണ്ട് കേഡർ പാർട്ടികളാണ്, ഒന്ന് CPM-ഉം ഒന്ന് BJP-യും. അതിലിപ്പോൾ 10-50 ആളുകൾ, 50 വേണ്ടെന്നേ, 2 പേര് ഇറങ്ങി ഇയാൾ വരുന്ന സമയത്ത് ചാണകവെള്ളം തളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കാലുകുത്താൻ പറ്റില്ല എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അവിടെയും ഉയരുന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ആർക്ക് കയ്യൂക്കുണ്ടോ ആ കയ്യൂക്കുള്ള ആളുകളൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. നാളെയും ആരുടെയൊക്കെ പേരിൽ ആരോപണം വരാതിരിക്കാം. ഇവിടെ ഞാൻ ഹരിദാസ് സാറിനോട് പറഞ്ഞത്, ഞങ്ങൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കരുത് ആദ്യഘട്ടത്തിൽ, ഞാനൊക്കെ ഈ കാര്യത്തിൽ വളരെ സുവ്യക്തമായ അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി, ഇപ്പം ഞാൻ മരിച്ചുപോയ ഒരാളുടെ പേരെടുത്ത് പറയില്ല, അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് നേരെ പോലും എത്രയോ ഹീനം, അതിനകത്ത് മലയാളത്തിൽ വേറൊരു പദമില്ല, ഉയർന്ന ആരോപണം അന്നും മുറവിളി പാർട്ടിക്കകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഉണ്ടായി. അദ്ദേഹം രാജിവെക്കണം. അതിലൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ശക്തമായ തെളിവുകളുണ്ട്, വാട്സപ്പ് സന്ദേശങ്ങളുണ്ട്, ശബ്ദ സന്ദേശങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊന്നും എൻ്റെ ശബ്ദമല്ല, ഇങ്ങനെ മെസ്സേജുകൾ ഞാൻ അയച്ചിട്ടില്ല എന്ന് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം കൂടി സംജാതമായിരിക്കുകയാണ്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറയുന്നില്ല, തള്ളിക്കളയുന്നില്ല? എന്തുകൊണ്ട്? അത് മാത്രമല്ല, അഥവാ ഇത്തരത്തിൽ പുള്ളി പറയുന്നത് പോലെ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ശബ്ദങ്ങൾ ആണെങ്കിൽ എന്തുകൊണ്ട് ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിന് എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല? ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ടല്ലോ, എന്തുകൊണ്ട് അദ്ദേഹം അത് യൂസ് ചെയ്യുന്നില്ല? അതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ വക്കീൽ എന്ന നിലയിലുള്ള യുക്തിയൊന്നും അതിൻ്റെ അകത്ത് പറയുകയല്ല. കാരണം ഇവിടെ there is no return complaint. ഇവിടെ കംപ്ലൈനന്റ് എന്ന് പറയുന്ന വാദി എന്ന് പറയുന്നത് ഇയാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. വാദി എന്ന് പറയുന്ന ഒരാള്, പരാതിക്കാരൻ എന്ന് പറയുന്ന ആള് ഈ നിമിഷം വരെ ഒരു പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ എനിക്ക് നേരെ ഇന്ന രീതിയിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു പരാതിയില്ല. ഇത് നമ്മൾ വാട്സാപ്പുകളിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ കാണുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇനി ഈ കാര്യങ്ങളിലൊക്കെ ഈ മറുഭാഗത്തുള്ള അല്ലെങ്കിൽ ഇരവാദം പറയുന്നവർ, അവരുടെ റോൾ എന്താണ്, ഇത് ഇദ്ദേഹത്തെ കൊടുക്കാനുള്ളതാണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറഞ്ഞത് സശ്രദ്ധം വീക്ഷിക്കേണ്ടതായിട്ടും പഠിക്കേണ്ടതായിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഒരാളെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരാളെ നമുക്ക് പൊതുരംഗത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇല്ലായ്മ ചെയ്യുകയോ അല്ലെങ്കിൽ അവന്റെ പൊതുജീവിതം അവസാനിപ്പിക്കേണ്ട രീതിയിൽ ഇതൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഞാൻ അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, മുമ്പ് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു അനുഭവമായിട്ട് നിൽക്കുന്നു. ആ അനുഭവമായിട്ട് നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു തെളിവുകൾ കിട്ടാതെ എങ്ങനെ നമ്മൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് പോകും, നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറയും. ഞാൻ ഹരിദാസ് സാർ അതിനെ അംഗീകരിക്കുകയാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് MLA സ്ഥാനത്ത് നിന്ന് മാറി നിന്നു എന്നതുകൊണ്ട് പാലക്കാട് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ പാലക്കാട് എന്തെങ്കിലും പ്രത്യേകമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ രാഷ്ട്രീയ സദാചാരത്തിന്റെ രാഷ്ട്രീയ സദാചാരം ഇല്ലെങ്കിൽ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടത് എല്ലാവരുടെയും
ബാധ്യത ഉത്തരവാദിത്വമാണ്. ജയസൂര്യ സാർ പറഞ്ഞ മധ്യപ്രദേശിലെ ഉദാഹരണത്തെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മധ്യപ്രദേശിലേക്ക് പോകുന്നുണ്ട്. ഞാൻ വാദഗതിക്കോ ജയിക്കാനോ അല്ല. കാരണം ഞാൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കരുത് എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച ഒരാളാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ചർച്ചയിൽ നിങ്ങൾ വിളിച്ചു. ഞാൻ പാനലിസ്റ്റുകളെ തന്നെ നോക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് വന്നത്. ഇപ്പോൾ എന്താ പറഞ്ഞേ, ഇപ്പോൾ BJPയുടെ രാഷ്ട്രീയ മൂല്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. യെദ്യൂരപ്പയുടെ പേരിൽ നിൽക്കുന്ന അദ്ദേഹം BJP കാരനല്ലേ? ഈ വാദഗതികളൊക്കെ നമുക്ക് നിഷേധിക്കാനായിട്ട് പറ്റൂ. ബ്രിജ്ഭൂഷന്റെ പേരിൽ സാക്ഷി മാലിക് എന്ന് പറയുന്നത് യെദ്യൂരപ്പയുടെ പേരിൽ ഉണ്ടായ ആ കേസ് എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? അല്ല, അറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ വന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം പീഡിപ്പിച്ചിട്ടില്ല, അദ്ദേഹം ഒന്ന് തൊട്ടു, സ്പർശിച്ചു, അവിടെയാണ് പോക്സോ കേസ്. ഇവിടെ അനിൽ നമ്പ്യാരെ ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടില്ലെന്നേ. ഇവിടെ വാട്സാപ്പ് മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ കൊച്ചു വർത്താനം പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആരെയെങ്കിലും മറ്റേ എന്താ പറഞ്ഞ സിനിമാ താരത്തെ ഉപയോഗിച്ചതുപോലെ ബലമായിട്ട് തട്ടിക്കൊണ്ടുപോയി ഒരാളെ ബലാത്കാരം ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും വാദഗതികൾ പറഞ്ഞ് എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ആരെയെങ്കിലും ബലാത്സംഗം ചെയ്തതായിട്ടോ അങ്ങനെയുള്ള പരാതികളൊന്നുമില്ലല്ലോ. ആ പരാതികളൊന്നും ഇവിടെ വന്നിട്ടുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരാളെ ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് നിർത്തി അദ്ദേഹത്തെ നമ്മൾ വിചാരണ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നാളെ ഇത് തെറ്റ് എന്നുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ആ മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും ന്യായീകരിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹമൊക്കെ ഈ കാര്യത്തിൽ വളരെ വേണു. നാളത്തെ കാര്യം നാളെ നോക്കാന്നേ. നോക്കൂ, നിങ്ങളുടെ പാർട്ടിക്കാണ് ഏറ്റവും ക്ഷീണം ഉണ്ടാക്കുക ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ. കാരണം ജനങ്ങൾ ജനങ്ങൾ പോട്ടെ, നിങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അണികൾ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടിയിൽ നിന്ന്? ഇതുകൊണ്ട് ഈ രണ്ട് നടപടികളിൽ സംതൃപ്തരാണ് പാർട്ടി അണികളിൽ വലിയൊരു വിഭാഗം എന്ന് ഉറപ്പിച്ചു പറയാൻ താങ്കൾക്ക് പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ് ആ വനിതാ നേതാക്കളൊക്കെ അവരുടെ അഭിപ്രായം സ്വതന്ത്രമായിട്ട് പറയാനും അവർക്ക് നിർഭയമായിട്ട് ആ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ അഭിപ്രായത്തെ പാർട്ടി മുഖവിലേക്ക് എടുക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ളത്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. എല്ലാ ആളുകളും ഇതിൻ്റെ അകത്ത് സംതൃപ്തരാണോ എന്ന് ചോദിച്ചാലും അല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മുമ്പും ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഇതിലെയും വലിയ കൺഫ്യൂഷനുകൾ ഞങ്ങൾക്ക് അന്നത്തെ കാലത്തുണ്ടായി. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശരിസത്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം. പക്ഷെ ഇത് പിന്നീട് തെളിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴല്ലേ അതിനകത്തെ കാര്യങ്ങൾ. ഇപ്പം കാസറ്റ് കണ്ടെടുക്കാനായിട്ട് കോയമ്പത്തൂരിലേക്ക് പോയ യാത്രയെക്കുറിച്ചൊക്കെ എത്രയോ വലിയ എന്താ പറഞ്ഞേ അതുണ്ടാക്കിയ അതിന്റെ ഒരു വാർത്താ ഇമ്പാക്ട്, ആ ഇമ്പാക്റ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. സേനാപതി വേണു, ആ വിഷയം ഉയർത്തിക്കൊണ്ട് അധികാരത്തിലെത്തിയവർ ഇപ്പോഴും തുടരുകയാണ്. നോക്കൂ, അതിൻ്റെ സെക്കൻഡ് ടേം, പിണറായി വിജയൻ സർക്കാരിൻ്റെ സെക്കൻഡ് ടേം അവസാനിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറയുന്നത്, അതായത് പാർട്ടി അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ പോലീസ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ്, ഇതിൽ ഒരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടൊരു പരാതി കൊടുക്കാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിന്. അദ്ദേഹം എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല? അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ പരാതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇത് അന്വേഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ഞങ്ങൾക്ക് പാർട്ടി പോലീസോ പാർട്ടി കോടതിയോ ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാനാണ് 2-3 നേതാക്കളെ ഇതിന്റെ ഒരു കമ്മിറ്റി വെക്കുക. അത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പാർട്ടിയുടെ അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇതുണ്ട്. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഹീനിയസ് ക്രൈം. അതൊരു വലിയ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം ഉണ്ട് എങ്കിൽ അതിന്റെ പരാതിക്കാരൻ പുറത്തു വരട്ടെ, ആ പരാതിക്കാരൻ പരാതികൾ കൊടുക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ആരും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനായിട്ട് വരും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ ഹരിദാസ് സാർ പറഞ്ഞതിനെ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഒരു കോൺഗ്രസ് കാരനിൽ നിന്ന് കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നിയമമാണ്, അത് കണ്ടെത്തേണ്ടത്. ആ നിയമത്തിന്റെ വഴികൾ, ആ നിയമത്തിന്റെ കാര്യത്തിൽ പോകണം എന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാം. ഏതായാലും പാർട്ടി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട വിഷയമല്ല, പാർട്ടിയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യവുമല്ല എന്ന് നമ്പ്യാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.